സിപിഐ മുൻ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അന്തരിച്ചു. 2012 മുതൽ 2019 വരെ ജനറൽ സെക്രട്ടറിയായിരുന്നു. വിവരങ്ങൾ നൽകാനായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, 3 തവണ സിപിഐയെ നയിച്ച വ്യക്തി കൂടിയാണ്. അന്ത്യം സംഭവിച്ചത് എപ്പോഴാണ്? വിവരങ്ങൾ. അസിത, അല്പം മുമ്പാണ് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ സുധാകർ റെഡ്ഡിയുടെ മരണം സ്ഥിരീകരിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഏറെ നാളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പം മുമ്പാണ് മരണം സംഭവിക്കുന്നത്. 2012-19 കാലഘട്ടത്തിൽ CPI നയിച്ച ജനറൽ സെക്രട്ടറിയാണ്, ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും രാഷ്ട്രീയ കാര്യപ്രാപ്തി കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായിരുന്നു. CPIയുടെ നേതാക്കന്മാരിൽ ഏറെ ശ്രദ്ധേയമായിരുന്ന ഒരു സാന്നിധ്യമായിരുന്നു സുധാകർ റെഡ്ഡി എന്നുള്ളതാണ്. അദ്ദേഹം ഈ കാലയളവിൽ, പാർട്ടിയെ നയിക്കുന്ന കാലയളവിൽ 2012-19 കാലയളവിൽ പല വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു കാലയളവിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പാർലമെൻറ്റിലും അദ്ദേഹം അംഗമായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യം കൂടി വരുന്നത്. സുധാകർ റെഡ്ഡി വിടവാങ്ങുമ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേതൃത്വത്തിന് ഉടമയായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ടി വരുന്നത്. കാരണം ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക്, CPIയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തന്നെ ഹൈദരാബാദിൽ അദ്ദേഹം എത്തുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള സമര പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃനിരയിൽ നിന്നുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് ചടങ്ങ്, അതായത് ശവസംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല. അല്പം മുമ്പാണ് മരണം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. MP ആയി 2 തവണയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദേശീയ സെക്രട്ടറി പദവി അലങ്കരിക്കുമ്പോൾ തന്നെ CPIയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും പല വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ദേശീയ തലത്തിലുള്ള വിഷയങ്ങളിൽ, തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ട് സമരരംഗത്ത് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു നേതൃനിര തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്. 2010-2012-19 കാലഘട്ടത്തിൽ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അതിനുശേഷമൊക്കെ സജീവമായി തന്നെ പാർട്ടിയുടെ അമരത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നത്. അല്പം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. സുനിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിലയിൽ അദ്ദേഹം വളരെ സജീവമായി ഉണ്ടായിരുന്നു ദേശീയ പ്രശ്നങ്ങളിലടക്കം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ആളാണ്. ASF, YF-ലൂടെയൊക്കെ കടന്നു വരുന്നു. അപ്പോൾ സജീവമായി ഒരു ദേശീയ മുഖമായി മാറുന്നതിനൊക്കെ മുൻപ് തന്നെ ആളുകളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ നാടുമൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശാഖപട്ടണത്തെ ഉരുക്കുശാല സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളിലൊക്കെ ഏറ്റവും സജീവ മുഖമായി നിന്ന വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ ആ നിലയിൽ ഒരു ദേശീയ സാന്നിധ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സുധാകർ റെഡ്ഡി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ നാടുമായി ഏത് നിലയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി, അദ്ദേഹത്തിൻ്റെ പരിതസ്ഥിതികളുമായി ഏത് നിലയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൂടിയുണ്ട്. തീർച്ചയായും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ തന്നെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനവുമായി തന്നെയാണ് അദ്ദേഹം തൻ്റെ നാട്ടിൽ ഇടപെട്ടിരുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമരരംഗത്തേക്കാണ്. കാരണം കർഷകർക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സമര വീര്യവുമായി തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സജീവമായ സമരരംഗത്തിൽ, അതായത് മറ്റ് മേഖലകളിൽ നിന്നുള്ള കടന്നുകയറ്റവും മുതലാളിത്തത്തിനെതിരായിട്ടുള്ള സമരത്തിനുമൊക്കെ ശക്തമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അന്നും പ്രതിഷേധിച്ചുകൊണ്ട് നേതൃനിരയിലേക്ക് കടന്നു വന്നത്.